ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വസതിക്ക് മുന്നിൽ നിന്നും കെ സി വേണുഗോപാലാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ അർജുൻ പീതാംബരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ആരൊക്കെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് എത്തുന്നത്? മറ്റെന്തൊക്കെ ചടങ്ങുകളാണുള്ളത്? നാളെയാണല്ലോ സംസ്കാരം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? മോത്തി, ഇപ്പോഴെന്തായാലും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജൻപത്തിലെ 3-ാം നമ്പർ വസതി മൻമോഹൻ സിംഗിൻ്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപ് കോൺഗ്രസിൻ്റെ തന്നെ ഡൽഹിയുടെ അധ്യക്ഷനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ മറ്റ് നേതാക്കളെല്ലാവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വസതിയിലേക്കായിരിക്കും എത്തുക. മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും എന്തായാലും ജൻപത്തിലെ വസതിയിലേക്ക് തന്നെയായിരിക്കും എത്തുക. ഇന്ന് രാവിലെ 11 മണിക്കൊരു മന്ത്രിസഭാ യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുണ്ട്. മറ്റ് പരിപാടികൾ, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൻമോഹൻ സിംഗിൻ്റെ കുടുംബമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടും എല്ലാം തന്നെ കൂടിയാലോചന ശേഷം AICCക്ക് പുറമെ മറ്റെവിടെയെങ്കിലും കൂടി പൊതുദർശനം ഉണ്ടാകണമോ അല്ലെങ്കിൽ വെക്കണമോ, എവിടെയായിരിക്കണം അന്ത്യവിശ്രമം, ഈ സംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങൾ എവിടെ വെച്ച് നടത്തണമെന്നുള്ള കാര്യത്തിലടക്കം ഒരു തീരുമാനമെടുക്കുക ആ മന്ത്രിസഭാ യോഗത്തിലേക്കും. അതിനുശേഷം കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ഈ കാര്യം പ്രഖ്യാപിക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും. അത് നാളെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കെ സി വേണുഗോപാലാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. നാളെ വൈകിട്ടോടു കൂടി തന്നെയായിരിക്കും എന്തായാലും സംസ്കാരം ഉണ്ടാവുക. നേരത്തെ ബെൽഗാവിൽ സംസാരിച്ച നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. അവരെല്ലാവരും 8:30 ഇങ്ങോട്ട് 8:30-9 മണിയോടുകൂടി ഡൽഹിയിലേക്ക് വിമാനം കയറുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. 11-11:30 ഡൽഹിയിലേക്ക് എത്തും. ആ നേതാക്കൾ എല്ലാവരും തന്നെ എന്തായാലും ഇവിടെ ജൻപത്തിലെ വസതിയിലേക്ക് എത്തിയായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക. എന്തായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ക്രമീകരണങ്ങൾ ഈ വസതിക്ക് മുന്നിൽ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ. ഏതായാലും അവിടെ നിന്നും കോൺഗ്രസ് നേതാക്കളൊക്കെ, കേരളത്തിൽ നിന്നുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് വിമാനത്തിൽ എത്തും. 8:30 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പൊതുദർശനം അടക്കം സംസ്കാരം ഇതെല്ലാം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുമെന്ന കാര്യം കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്.